ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും CJ ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആടിൻ്റെ ഹീറ്റിങ്ങിനാണ്. അതായത് ആട് മതലക്ഷണം കാണിക്കുമ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെയാണ് നമ്മളത് ക്രോസിങ്ങിന് വേണ്ടി റെഡിയാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ഒരു ഹീറ്റായിട്ടുള്ള ഒരു ആടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ കാണിക്കുന്നതിന് മുമ്പായിട്ട് അതായത് ആടിൻ്റെ ഹീറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ആടിൻ്റെ ഒരു പ്രാവശ്യം ഹീറ്റായി കഴിഞ്ഞ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത് ഏകദേശം 36 മണിക്കൂറോളം ഈ ഒരു ഹീറ്റ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളത് മതലക്ഷം കാണിച്ച് തുടങ്ങും, അപ്പം തന്നെ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യണമെന്നില്ല. അതിനിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു മിഡിൽ സമയത്ത്, അതായത് ഒരു ഹീറ്റ് കാണിച്ച് ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം അതിനെ കൊണ്ടുപോയി ക്രോസ് ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെന പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഒരിക്കലും അതായത് രക്തബന്ധത്തിലുള്ള ആടുകളുമായിട്ട് ക്രോസ് ചെയ്യിക്കരുത്. ഇംബ്രീഡിങ് വരിക, അതായത് ഇംബ്രീഡിങ് വരാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംബ്രീഡിങ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല, ചത്തുപോകും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ മൊയിലുകളുടെ കാര്യം പറയുമ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ആടുകൾക്കും അതുപോലെ തന്നെയാണ് ഇംബ്രീഡിങ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ആടുകൾ, അതായത് ഇപ്പോൾ ഒരു മലബാറി ആടാണെങ്കിൽ എപ്പോഴും നല്ല ഇനത്തേക്കുണ്ട്, അതായത് യമുന പിയാരിയോ ബീറ്റലോ അങ്ങനെ ഏതെങ്കിലും ആടുമായിട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള കുഞ്ഞുങ്ങൾ, നല്ല വലിപ്പം വയ്ക്കുന്ന കുഞ്ഞുങ്ങളെ കിട്ടും. അതായത് ആ ഒരു മലബാറിൻ്റെ ഗുണങ്ങളും ആ ഒരു യമുന പിയാരിയോ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഗുണങ്ങളും കിട്ടും. അപ്പോൾ നല്ലൊരു ഗുണമേന്മയുള്ള ഒരു ആടിനെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഹീറ്റാവുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആടുകൾ, അതായത് ഇപ്പോൾ ഈ പെണ്ണാടുകൾ മാത്രമുള്ളൊരു കൂട്ടിലാണെങ്കിൽ ആടുകൾ ഹീറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക, അത് സമയമെടുക്കും. കാരണം ഈ മുട്ടനാടുള്ള കൂടുകളിലാണ് ആടുകൾ പെട്ടെന്ന് ഹീറ്റ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുട്ടനാടിൻ്റെ ശരീരത്തിലുള്ള ഫിറമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണത്. അതായത് പെട്ടെന്ന് അതായത് നിങ്ങളെ കൂട്ടിലിപ്പോൾ നിങ്ങൾക്ക് മുട്ടനാടില്ലെങ്കിൽ നിങ്ങൾ ആട് ഹീറ്റ് ആവുന്നതും ഹീറ്റ് കാണിക്കുന്നതൊക്കെ ഇതായിട്ട് എന്താ പറയുക, അത് കുറച്ച് ലേറ്റായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മലബാറിയോ നാടൻ ആടുകൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കരയുന്നു, അങ്ങനെ നമുക്കറിയാം. പിന്നെ വാലിട്ടിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും, അതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ അതായത് അതിൻ്റെ പിൻഭാഗത്തിന് ചെറുതായിട്ട് ഡിസ്ചാർജസ് ഉണ്ടാവും. ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ആട് ഹീറ്റാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന ഹൈബ്രിഡ്, ഈ ബീറ്റിൽ പോലുള്ള ഹൈബ്രിഡ് ആടുകൾക്ക് ഇങ്ങനെ ലക്ഷണങ്ങളെ കാണില്ല. അത് സൈലൻ്റ് ആയിട്ടുള്ള ഹീറ്റായിരിക്കും. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആട്, ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ മുട്ടൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഈ ഒരു മുട്ടനാടുള്ള കൂടാണെങ്കിൽ ഈ ഒരു ആട് എപ്പോഴും മുട്ടനാടിൻ്റെ പുറകെ പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ മുട്ടൻ വേറൊരു സെപ്പറേറ്റ് കൂട്ടിലാണെങ്കിൽ ഈ ഒരു ഹീറ്റായിട്ടുള്ള ആട് എപ്പോഴും ഈ കൂടിൻ്റെ മുമ്പിൽ പോയി നിൽക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കുക ആട് ഹീറ്റിലായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, അതായത് ഈ ആട് ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പശുവിനെ കുത്തിവയ്ക്കുന്ന പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ അവൈലബിൾ ആണ്. നമ്മളെ മൃഗാശുപത്രികളിൽ, അതായത് ജില്ലാ മൃഗാശുപത്രികളിൽ ഇങ്ങനെ ചെയ്ത് കുത്തിവയ്ക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവിടുന്ന് ഇവിടെ അത് ചെയ്യുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു വിജയശതമാനം വളരെ കുറവാട്ടോ. അതായത് അവരെന്നെ പറയുന്നുണ്ട് അത് വിജയിക്കാനുള്ള നമ്മൾ ഈ നാടൻ ക്രോസിംഗ് രീതിയെ അപേക്ഷിച്ചിട്ട് ഈ പശുക്കളിൽ അത് വിജയമാണെങ്കിലും ആടുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അത്ര ഒരു വിജയമല്ല. എന്നാലും ചെയ്യുന്നുണ്ട്, ആളുകൾ ചെയ്യുന്നുണ്ട്, അത് വിജയിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ മറ്റൊരു ഇതിൽ ചെയ്യാം, ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ ഹീറ്റായിട്ടുള്ള ഒരു ആടിനെ ഞാൻ കാണിക്കാം, അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. ഇതാണ് എൻ്റെ ഹീറ്റായിട്ടുള്ള ആട്. ഇതിന് നിങ്ങൾക്ക് പരിചയമുണ്ടാകും, കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ വാങ്ങിച്ചൊരു ഹീറ്റാണ്. ഇതൊരു എന്നാ പറയുക, പഞ്ചാബി ബീറ്റിൽ ക്രോസ് ആയിട്ടുള്ളൊരു ആടാണിത്. ഞാൻ ആക്ച്വലി 2 മാസം ചെനയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇനി ചെനയില്ല. ഇപ്പോൾ ഇന്ന് ഹീറ്റ് കാണിച്ചു. അത് നോക്കുക, ഇതിൻ്റെ നന്നായിട്ട് കരയുന്നുണ്ട്. രാവിലെ തന്നെ ആട് നന്നായിട്ട് കരയുന്നുണ്ട്, അതുപോലെ തന്നെ വാലിട്ട് ആട്ടുന്നുണ്ട്. പക്ഷേ ബാക്ക് സൈഡിൽ നിന്ന് ഡിസ്ചാർജസ് ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു മുട്ടനാടുണ്ട്, അതായത് മലബാറിയുടെ ഒരു മുട്ടനാടാണ്. പക്ഷെ അത് ആക്ച്വലി ഒരു മെച്ചറായിട്ടില്ല, ഏകദേശം 5 മാസമായിട്ടുള്ളൂ. അതിനെക്കൊണ്ട് ക്രോസ് ചെയ്യിക്കുന്നില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഈ ആടിനെ അയച്ചിടുമ്പോൾ നോക്കിക്കോ, ഇതാ ഓടിപ്പോയിട്ട് ആ ഒരു ആടിൻ്റെ അടുത്ത് പോയി നിൽക്കും.
നിങ്ങൾ നോക്കിക്കോ, കണ്ടോ? അത് കറക്റ്റായിട്ട് ആ ഒരു ആടിൻ്റെ അടുത്ത് പോയിട്ട്, മുട്ടനാടിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കുന്നത്. ഇതൊക്കെയാണ് മതിയിലെ ലക്ഷണങ്ങൾ. അപ്പോൾ തൽക്കാലം നമുക്ക് വേറെ, അതായത് ഞാൻ ഈ ആടിനെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട്, ഇങ്ങനെ മുട്ടനാട്, നല്ലൊരു മുട്ടനാടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ കൊണ്ടുപോവാണ്. സാധാരണ ഇതിൽ ഇപ്പോൾ 400-500 രൂപയ്ക്ക് ആട്ടോ നല്ലൊരു മുട്ടനാടായിട്ട് ജമുനാപ്യാരിയൊക്കെ വെച്ച് ക്രോസ് ചെയ്യിക്കുന്നതിന് ഭയങ്കര റേറ്റാണ്. എന്തായാലും നമുക്ക് നല്ലൊരു കുഞ്ഞുങ്ങളെ വേണമല്ലോ. അപ്പോൾ ഞാനിതിനെ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളെ ആടിനെ ക്രോസ് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടില്ല. അതായത് പിന്നെ പറ്റുമ്പോഴത്തേക്ക് ക്രോസിങ് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് ആടിന് റെസ്റ്റൊക്കെ കൊടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ ദൂരേക്കൊക്കെ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്നതാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് കൊടുത്തിട്ട് കൊണ്ടുപോകുക. കാരണം നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ച് ഉടനെ വണ്ടിയിലെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാലൊക്കെ അത് ഞാൻ പറയാം ചേന പിടിക്കാനുള്ള ചാൻസ് കുറയും. പിന്നെ ഇതിപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ചു, ഇതിപ്പോൾ എങ്ങനെയാണ് ആട് ചേന പിടിച്ചോ എന്ന് നമുക്കറിയണ്ടേ. അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത്രയാണ് എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത്തരത്തിലുള്ള കൃഷി അറിവുകളാണ് ഞാൻ എൻ്റെ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, CJ Farms എന്നുണ്ട്. അതിന് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇത്തരം കൃഷി അറിവ് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.